റവ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. നമ്മൾ പെരുന്നാളൊക്കെയാണ് വരുന്നത്. നമ്മൾ റംലാൻ കിറ്റിൽ റവയൊക്കെ ഒരുപാട് കിട്ടിയവരുണ്ടാവും. അപ്പോൾ റവയൊന്നും നാശാക്കി കളയാതെ ഇതേപോലെ തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് സ്കൂൾ പൂട്ടാണ്, കുട്ടികളൊക്കെ ഇരുന്ന് വീട്ടിലുള്ള എല്ലാ മക്കൾക്കും സ്നാക്സൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സമയമാണ്, സ്കൂളില്ലല്ലോ. അപ്പോൾ ഇതേപോലെ റവയൊക്കെ നാശാക്കി കളയാതെ ഇതേപോലെ ഒന്ന് വറുത്ത് വെച്ചോളൂ കേട്ടോ. നമ്മളെ പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യം നല്ല കട്ടിയുള്ളൊരു പാത്രത്തിലിട്ട് നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഇതിനായിട്ട് 1 കിലോ റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. റവ നന്നായിട്ട് കടിക്കുമ്പോൾ ഇങ്ങനെ കറുകറാന്നുള്ള രീതിയിൽ വറുത്തെടുക്കണേ. എന്നിട്ട് പാത്രത്തിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് വറുത്തെടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഒരുപാട് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കാരണം ഇതിൽ നമുക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് ചുമന്ന കളറായതിനു ശേഷം നമ്മൾ മുന്തിരിയും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുന്തിരി നന്നായിട്ട് വീർത്ത് വരണം കേട്ടോ. വീർത്ത് വരുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ സ്നാക്സ് 1 മാസത്തിന് മേലെ എന്തായാലും കേടുവരാതിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇത്രത്തോളം 1 കിലോയിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി 1 കിലോയിലേക്ക് നമുക്ക് അതിൻ്റെ 3/4 ഭാഗത്തോളെങ്കിലും തേങ്ങ എടുക്കണം കേട്ടോ. തേങ്ങ കൂടുതൽ ചേർക്കണേ. പക്ഷേ തേങ്ങയുടെ കളർ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്ന വരെ നന്നായി വറുത്തെടുക്കണം. കാരണം നമ്മളിത് എടുത്തു വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് വറുത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടൊന്ന് പോകും കേട്ടോ. അങ്ങനെ കാറമണം വന്ന് പോകും. അപ്പോൾ നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കണേ. എന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഷുഗർ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടാതെ ഇതേപോലെ വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് പഞ്ചസാര തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന വരെ ഇളക്കി കൊടുത്ത് അതിലേക്ക് നമ്മൾ റവ ഉണ്ടല്ലോ വറുത്ത് വെച്ചത് അത് കുറേശ്ശെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ പഞ്ചസാരയും തേങ്ങയും റവയും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ച് വേണം ഈ സമയത്ത് നമുക്ക് മിക്സാക്കി എടുക്കാനായിട്ട്. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കുറേശ്ശെ നമ്മൾ റവ ഇട്ട് നന്നായി മിക്സാക്കി എടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ് വരെ ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സാക്കിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തീ കുറച്ച് വെച്ച് വേണം എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത്. അധികമൊന്നും ഉപ്പ് വേണ്ട, കുറച്ച് മതി. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസത്തോളം കേടുവരാതിരിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ എല്ലാവരും.